വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. അപ്പോൾ ഇന്നത്തെ കരിയർ ടോക്സ് നമ്മോടൊപ്പം ഉള്ളത് മോസിനെയാണ്. മോസിന, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. താങ്ക് യു. ഓക്കെ, മോസിന്റെ സ്ഥലം എവിടാ? കാഞ്ഞിരപ്പടി, ഡിസ്ട്രിക്ട് ഏതാ? എറണാകുളം. എറണാകുളം തന്നെയാണ്. ഓക്കെ ഓക്കെ. ഏത് കോഴ്സാ ചെയ്തിരുന്നത് അബോധയില്? അവോധയില് ഞാൻ ഫ്ലട്ടർ എന്ന കോഴ്സാണ് ഞാൻ ചെയ്തത്. ഫ്ലട്ടർ ആയിരുന്നു ചെയ്തിരുന്നത്. ഓക്കെ. എന്താ ഫ്ലട്ടർ ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? ഞാൻ NC ആണ് പഠിച്ചത്. പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ 6 കൊല്ലം വെറുതെ ഇരിക്കുവായിരുന്നു. അപ്പൊ കോഡിങ്ങിലേക്ക് തന്നെ പോകാനായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് ഫ്ലട്ടർ എടുത്തതാണ്. അതുകൊണ്ട് 6 ഇയർ ആണ് ഗ്യാപ്പ് വന്നതല്ലേ, കരിയർ ഗ്യാപ്പ്. അതെ അതെ. സോ അതിനുശേഷമാണ് പിന്നെ കോഡിങ്ങിലേക്ക് തിരിച്ചു വന്നത്. ഓക്കെ ഓക്കെ. ഇപ്പൊ കറന്റ് എന്ത് ചെയ്യാ? ഞാനിപ്പോ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുകയാണ്. ഫെസ്റ്റ എന്ന് പറഞ്ഞ കമ്പനിയാണ്. എറണാകുളത്ത് തന്നെ ഉള്ളതാണ്. 6 മന്ത് ട്രെയിനി ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ എത്ര മന്തായി സ്റ്റാർട്ട് ചെയ്തിട്ട്? സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോ 1 മന്ത് ആവുന്നതേ ഉള്ളൂ. 1 മന്ത് ആവുന്നേ ഉള്ളൂ. ഓക്കെ. എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സ്റ്റാഫ് കാര്യങ്ങളെല്ലാം കമ്പനി സപ്പോർട്ടീവ് ആണോ? നല്ല സപ്പോർട്ടീവ് ആണ്. നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം. അപ്പോ അത് ഏറ്റവും കംഫർട്ടബിൾ ആണ്. അപ്പൊ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ നമുക്ക് ഏത് സമയത്ത് വേണേലും ഡൗട്ട് ചോദിക്കാൻ അവരെ വിളിക്കുകയും ചെയ്യാം. നമുക്ക് എന്ത് വേണേലും അവര് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള കമ്പനിയാണല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പോ ഈ ഫ്ലട്ടർ എന്നൊരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്വേഷിക്കുന്ന ടൈമില് എങ്ങനെയാണ് അബോധയെ പറ്റി കേട്ടത്? അബോധയിലേക്ക് ജേർണി എങ്ങനെയാണെന്ന് പറയാമോ? അവോധയുടെ ഒരുപാട് വാട്സപ്പ് മെസ്സേജുകളൊക്കെ എനിക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഓക്കെ. എനിക്ക് അതിനെപ്പറ്റി അറിയില്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്നും ആദ്യം മൈൻഡ് ചെയ്തിരുന്നില്ല. പിന്നെ എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ അവളോട് തന്നെ വിളിച്ച് ചോദിച്ചു, ഇതെങ്ങനെയാണ്, എന്താണ്, നിനക്ക് ഇതിനെപ്പറ്റി വല്ല അറിവുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു എന്റെ ഫ്രണ്ടിനോട്. അപ്പൊ അവള് പറഞ്ഞു ഞാനിപ്പോ അവോധയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഏറ്റവും വിശ്വസിക്കാൻ പറ്റിയ ഒരാളാണ് അവോധയെ പറ്റി പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് അവോധയിലേക്ക് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ജോയിൻ അബോധയിലേക്ക് ചെയ്തപ്പോ വന്നത്. ഏത് കോഴ്സ് എടുക്കണമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോഴേക്കും ഇതുവരെ പഠിക്കാത്തൊരു മേഖലയായിട്ട് ഫ്ലട്ടർ കണ്ടതുകൊണ്ട് ഫ്ലട്ടർ എടുത്തു. ഫ്ലട്ടർ എടുത്തു. ഓക്കെ ഓക്കെ. ഫ്രണ്ടിന്റെ പേര് പറയാമോ? സ്വപ്ന. സ്വപ്ന. ഓക്കെ ഓക്കെ. ഫ്ലട്ടർ ചൂസ് ചെയ്യാൻ MC എന്നൊരു ബാക്ക്ഗ്രൗണ്ട് തന്നെയായിരുന്നോ കാരണം? ഒന്നാമത്തെ കാരണം? NC തന്നെയാണ് കാരണം. ഓക്കെ. ഫ്ലട്ടർ പഠിച്ചു തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? പഠിച്ചു തുടങ്ങിയിട്ട് കുഴപ്പമില്ല. ഇനിയും കുറെ കൂടി പഠിക്കാനുണ്ടെന്ന് തോന്നി. ഓക്കെ ഓക്കെ. അപ്പം ഫ്ലട്ടറിന്റെ ക്ലാസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അബോധയില്? അവോധയിലെ ക്ലാസ്സുകളൊക്കെ വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു. ക്ലാസ്സുകൾ കണ്ടത് നമുക്ക് ഇപ്പോ വർക്ക് ചെയ്യുന്നതിൽ ഉപകാരപ്പെടുന്നുണ്ട്. നമുക്ക് ഞാൻ 3 മാസത്തെ കോഴ്സ് ഞാൻ ചെയ്തു വന്നപ്പോഴേക്കും ഒരു 6 മന്ത് ആയിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചതല്ലേ? ഫാമിലി അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ലാഗ് ചെയ്തതാണ്. ഓക്കെ. അപ്പൊ ഈ കോഴ്സ് ചൂസ് ചെയ്യുന്ന ടൈമില് ഫാമിലിയുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അവര് സപ്പോർട്ടീവ് അല്ലായിരുന്നോ? അതെ, നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഹസ്ബൻഡ് ആണെങ്കിലും നിനക്കൊക്കെ പറ്റുമെങ്കിൽ നീ അത് എടുത്തോ എന്ന് തന്നെ പറഞ്ഞിട്ടാണ് ചെയ്തത്. ഇതിന് ഇന്റേൺഷിപ്പിലേക്ക് വരുന്നതിന് മുമ്പേ ജാപ്പ് അറ്റൻഡ് ചെയ്തായിരുന്നോ? ജാപ്പ് അറ്റൻഡ് ചെയ്തായിരുന്നു. ജാപ്പ് സെഷനിൽ കയറിയായിരുന്നു. എങ്ങനെയായിരുന്നു ജാപ്പിലൊരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ എന്താണ് ജാപ്പിലൊരു പ്രൊസീജിയർ എന്തായിരുന്നു? ജാപ്പിലെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മള് ജാപ്പിൽ കയറുമ്പോൾ നമുക്ക് നമ്മളുടെ ഡിസ്ട്രിക്റ്റിലുള്ള നമുക്ക് വാക്കൻസി നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നത്, ഓഫീസിൽ പോയി ചെയ്യുന്നത് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാമായിരുന്നു. പിന്നെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന മാം ആയിരുന്നാലും നമ്മളെ കൂടുതലും സപ്പോർട്ട് ചെയ്തിരുന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും ഒക്കെ ചെയ്തിരുന്നു. ഓക്കെ. അപ്പം ഫ്ലട്ടർ എന്ന കോഴ്സ് ചൂസ് ചെയ്തിരിക്കുന്ന ഒരുപാട് ന്യൂ കമേഴ്സ് ഉണ്ട് അബോധയില്. അപ്പം അവർക്ക് വേണ്ടി അബോധ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോന്ന് വെച്ചാൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു ഇത് തന്നെയാണ്. പക്ഷെ ഞാൻ അറിഞ്ഞിരുന്നത് നമുക്ക് ഇന്റേൺഷിപ്പ് നമുക്ക് നിങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതായിരുന്നു. അപ്പൊ ഇതിപ്പോ നമ്മുടെ ബയോഡേറ്റ കമ്പനിയിലേക്ക് സെൻഡ് ചെയ്തിട്ട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിലാണ് അവർ എടുക്കുള്ളൂ. അപ്പൊ എന്റെ ആ ഒരു അറിവിന്റെ ഇതിൽ വന്ന മിസ്റ്റേക്ക് കാരണം കൊണ്ടാണ് എനിക്ക് ഒരു വിഷമം തോന്നി. നിങ്ങൾ അവോധയിൽ തന്നെ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥ വന്നു.
ഇല്ല. നമുക്ക് ഫ്ലട്ടർ പോലുള്ള ഫ്ലട്ടറൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ കോഡിംഗ് കമ്പനീസ് ഒക്കെ ഒരുപാടുണ്ടല്ലോ പുറത്ത്. സോ അവോധയിലേക്ക് മാത്രം നമുക്ക് സ്റ്റുഡൻസ് ഇല്ല. അവോധയ്ക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ. സോ അതിനാണ് നമ്മൾ ജാപ്പ് പ്രോഗ്രാം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇഷ്ടംപോലെ കമ്പനീസ് ആണ് അവോധയായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ചെയ്യുന്നത്. സോ അവിടേക്കാണ് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. സോ അതിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ സാറ്റിസ്ഫൈഡ് അല്ലേ? സാറ്റിസ്ഫൈഡ് ആണ്. അവർ കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടല്ലോ. ആ ഒരു പറഞ്ഞു ഹെൽപ്പ് ഇന്റേൺഷിപ്പിൽ തരുന്നുണ്ട്. നമുക്ക് കറക്റ്റ് കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. Yes, വളരെ അതേപോലുള്ള കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതേപോലുള്ള കൊളാബറേറ്റീവായ കമ്പനീസുമായിട്ടാണ് അബോധ ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, ജാപ്പിൽ. സോ അവിടെയാണ് നിങ്ങളെ ഇന്റേൺഷിപ്പിലേക്ക് അയക്കുന്നതും പ്ലേസ്മെന്റ് തരുന്നതും എല്ലാം. സോ ഈ കോഴ്സ് ചൂസ് ചെയ്യുന്ന ടൈമിൽ 2800 എന്നൊരു ഫീസ് സ്ട്രക്ചർ കിട്ടുകയാണ്. സോ എന്താ ആദ്യം തോന്നിയിരുന്നത്? 2800-ന് ഫ്ലട്ടർ പോലൊരു കോഴ്സ് ചെയ്താൽ വെറുതായിരിക്കും തോന്നിയിരുന്നോ? ഫ്ലട്ടർ പോലുള്ള കോഴ്സ് കൂടുതലും ഞാൻ അത് ചൂസ് ചെയ്തത് നമുക്ക് ഇപ്പോ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഫ്ലട്ടർ ആണെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഫ്ലട്ടർ ചൂസ് ചെയ്തത്. ഓക്കെ. അപ്പം മൂസിന് എത്ര ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ള താങ്ക്സ് ഉണ്ട്. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് കരിയർ ടോക്സ്. സെമിനാർ ഫിലിം അക്കാഡമി എന്ന് പറഞ്ഞ ഒരു അക്കാഡമിയിലാണ്. എനിക്ക് SBI ക്യാപ്പിലാണ് ജോലി റെഡി ആയിരിക്കുന്നത്. മൈത്ര കമ്മ്യൂണിറ്റീസ്.